ഈ പറഞ്ഞിരിക്കുന്നവരുടെ പേര് കണ്ടോ? 83-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അത് തന്നെയാണല്ലോ പറയുന്നത്. എന്നിട്ട് അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിച്ചേ, ആ വാക്യം 5-ാം വാക്യം അല്ലേ? 83-ന്റെ 5. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. they have consulted together. അവരൊന്നിച്ചാലോചിച്ചു. അതെ അതെ, ഇതാണോ ഇന്ന് നടക്കുന്നത്? ഇന്നും അത് തന്നെ നടക്കുന്നത്. ഇവർക്ക് എന്താ വേണ്ടിയത്? ഇവർക്ക് വേണ്ടിയത് എന്താന്ന് 12-ാം വാക്യത്തിലുണ്ട്. 12-ാം വാക്യത്തിൽ നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ. യെസ്, ദൈവം വസിക്കുന്ന ഗോഡ്സ് പാസ്റ്റർ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഭൂമി അവർക്ക് വേണം. ദൈവം കൊടുത്ത ഭൂമിയാന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അത് അവർക്ക് വേണം. അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവരൊന്നിച്ചു കൂടി ആലോചിക്കുന്നതാ, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് പിടിച്ചെടുത്തതാണ്, അത് ഞങ്ങൾക്ക് വേണം. ഇതാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം മൂല കാരണം. അത് വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 10 രാജ്യങ്ങള് 10 കൂട്ടങ്ങൾ ഒന്നിച്ചു കൂടുന്നതായിട്ടാണ് ഇവിടെ അതിന്റെ 5-6 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 6-ാം വാക്യത്തില് സഖ്യത ചെയ്തു ഓരോ രാജ്യങ്ങള്. ഏദോമ്യര്, ആരാ ഏദോമ്യര്? ഇവരാണ് പലസ്തീനുകള്. ഓ ശരി, ഏദോമിന്റെ സന്തതികള്. ഇസ്മായില്യര് നമുക്കറിയാം, അറബികളാണ്. മോവാബ്യര്, അവര് ഈ ഹാഗാരും ഈ ജോർഡാന്റെ പ്രദേശത്തുള്ള അവിടെയെല്ലാം പാർക്കുന്ന, പിന്നെ മോർ ദാൻ 60% ഓഫ് ജോർഡാനിയൻസ് ആർ പലസ്തീനിയൻസ്. ഗബാൽ ലെബനോന്റെ പ്രദേശമാണ്. അമ്മോനും അമലേക്കും. ഫെലിസ്ത്യ ദേശം ഗാസയാണ്. ഓ ശരി ശരി. സോറ് ലെബനോൻ. ഇത് അന്നത്തെ പേരുകളാ. ഞാനേ യോവേൽ പ്രവചനം ഒന്നെടുത്ത് കാണിക്കാം. ഒരു ഒറ്റ വാക്യം മാത്രം. അപ്പൊ ഇത് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ദൈവം 2 രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. യോവേൽ പ്രവചനം 3-ാം അധ്യായം എടുത്തേ. 3-ാം അധ്യായം. ബൈബിളിൽ ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെയും മൂലകാരണവും അതിന്റെ ലക്ഷ്യവും എല്ലാം പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ? ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും. അതിന്റെ യോവേൽ പ്രവചനം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കി. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 4-ാം വാക്യം. സോരും സിദോനും സകല ഫെലിസ്തീയ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? ദൈവം പേര് പറയുന്നു, സ്ഥലങ്ങള്. അതെ, അത് ഈ രാജ്യങ്ങളുടെ പേരാ പറയുന്നല്ലേ? ഏതൊക്കെയാന്ന് നോക്കി. സോര്, സീദോൻ. സോരും സീദോനും എവിടാ? ബൈബിൾ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ടയർ ആൻഡ് സീഡോൻ ലെബനോന്റെ പ്രദേശമാണ്. ഇനി അടുത്തത് ഫെലിസ്ത്യ പ്രദേശം, സകല ഫെലിസ്തീയ പ്രദേശങ്ങളും. ഗാസ അല്ലേ? ഗാസയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്ന കേന്ദ്രം. ഈ ഗാസയും ഇസ്രയേൽ ലെബനോനുമാണോ പ്രശ്നം? അതെ, തീർച്ചയായിട്ടും. ഇവിടെ പറഞ്ഞേക്കുന്നതാണോ? എത്ര വർഷങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് എന്താ കാര്യം? ദൈവം ചോദിക്കുക. ഇവരെന്തോ പറയുന്നത്? ഇവിടെ അവിടെ പറഞ്ഞിരിക്കും 3 കാര്യങ്ങൾ അവർ ചെയ്യുക. അതിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്. ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. ഇനി 3 കാര്യങ്ങളാണ് പറയുന്നത്. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ചു. 2, എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞു. 3, അവർ എൻ്റെ ജനത്തിന് ചീട്ടിട്ടു. ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. 3 കാര്യങ്ങൾ. അവര് ഇസ്രായേൽ മക്കളെ ചിതറിക്കുകയാണ്. 2, എൻ്റെ ദേശത്തെ ഭാഗിക്കുകയാണ്. 3, ഇസ്രായേൽ മക്കൾക്ക് വിലയില്ലാതെ അവരെ തീർക്കുകയാണ്. കൃത്യമായിട്ട് ഇന്നിതാണല്ലോ സംഭവിക്കുന്നത്. എടുത്തു പറയുന്ന കണ്ടോ? സോരും സീദോനും സകല ഫെലിസ്ത്യ ദേശം, നിങ്ങൾക്ക് എന്നോട് എന്താ കാര്യം? ദൈവത്തിന്റെ ചോദ്യം. ദൈവം ചോദിക്കുകയാണ്. നമ്മൾ അതാണ് ഇവിടെ 83-ാം സങ്കീർത്തനത്തിൽ വായിച്ചത്. ഈ കൂട്ടുകെട്ട് അവരുടെ ആഗ്രഹം ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം തുടച്ചു കളയണം. ആ സ്ഥലം കൂടെ അവർക്ക് പിടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓർത്തത് ഈ ഇവരുടെയൊക്കെ വിദ്വേഷത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇസ്രയേലാണ്. കൃത്യമായിട്ട് 100% സെന്റർ ഓഫ് ദ ഹേറ്റ്. അപ്പം നമ്മൾ കണ്ടു, ലോകത്തിന്റെ മധ്യത്തിലാണ്. പിന്നെ വാർത്തകളുടെ മധ്യത്തിലാണ്, വെറുപ്പിന്റെ മധ്യത്തിലാണ്. വേറൊരു കാര്യം, ദേ ആർ ഇൻ ദ സെന്റർ ഓഫ് വേൾഡ് നീഡ്. ലോകത്തിലെ ഇവരെ ആവശ്യമായി എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞിന് പോളിയോ വാക്സിൻ എടുക്കണോ? അത്യാവശ്യമാണ്. ആരാ അത് കൊണ്ടുപിടിച്ച്? ഞാൻ വിചാരിച്ച അറബികൾ ആരാണ്ടാന്ന്. ശരി, പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ഇവരാണ്. അപ്പൊ പിന്നെ പോളിയോ വാക്സിന് ഈ പ്ലേഗിനും കോളറയ്ക്കും ഒക്കെ എതിരായിട്ടുള്ള ഈ മരുന്നുകൾ, പെൻസിലിൻ കണ്ടുപിടിച്ചത്
മനുഷ്യരാശിക്ക് വേണ്ട മരുന്നുകൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത് ഈ ജനമാണ്. ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു സാധനം ഒരു ക്യാപ്സ്യൂളാണ്, ക്യാമറയാണ്. അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ വയറ്റിനകത്ത് മുഴുവൻ ഇപ്പുറത്ത് തന്നുകൊണ്ടിരിക്കും ക്യാമറ. ഓക്കെ, അത് ഒരു പില്ലാണ് ക്യാമറ. അപ്പോൾ അവർ ലോകത്തിന് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആണോന്നോ? ആണോന്നോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ എന്താ കൊച്ചു ഫോണുണ്ടല്ലോ, മൊബൈൽ ഫോൺ ആരുണ്ടാക്കിയതാ? ഇവരുണ്ടാക്കിയതാ. ഓ ശരി. സിന്തറ്റിക് റബ്ബർ ആരുണ്ടാക്കിയതാ? ഇവരുണ്ടാക്കിയതാ. ഇന്നത്തെ നിങ്ങളുടെ ഗൂഗിളും നിങ്ങളുടെ GPS ഒക്കെ ആരുടേതാ? ഫേസ്ബുക്ക്, ഇതെല്ലാം ഇവരുടേതാ. ഓ അത് ശരി. ഇവരെ ഒരു വാർത്ത വന്നായിരുന്നു, ഇസ്രായേലിനെ ബോയ്ക്കൗട്ട് ചെയ്യണം, ഇസ്രായേലിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അങ്ങ് ബഹിഷ്കരിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ആ വലിയ പ്രചരണം ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ കാളവണ്ടിയെ കയറി വല്ലതും അവിടെ കിഴങ്ങും പുഴുങ്ങി തിന്നിരുന്നോണം. വേറെ ആധുനികമായ ഒന്നും ഉപയോഗിക്കാനൊക്കെ, കാരണം ഇപ്പോഴത്തെ മരുന്നുകളും ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളും ഇവരല്ലേ ഉണ്ടാകത്തില്ല. വല്ലതും മുറിവൊക്കെ ഉണ്ടായാലേ ഈ നമ്മുടെ നാട്ടിലൊരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരുമി ഒഴിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചോണം. കാരണം ഈ മരുന്നുകൾ ഇത് മുഴുവൻ ഇവർ കണ്ടുപിടിച്ചത്. അതെ അതെ അതെ, എല്ലാവർക്കും ഒരു അനുഗ്രഹമായി അവർ മാറിയല്ലോ. സോ ദേ ആർ ഇൻ ദ നീഡ് ഓഫ്. ആഫ്രിക്കയെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു മിഷൻ കൊടുത്തു. എന്താണെന്നറിയോ? വെള്ളമില്ല ആഫ്രിക്ക പലയിടത്തും. ഈ വെള്ളം കൊണ്ടുവരുന്ന നമ്മൾ കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നൊക്കെയാണ്. അതെ, ഇവന്മാർ ഇവിടുന്നറിയാം വെള്ളം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു മിഷൻ കൊണ്ടുവന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വായുവിലെ വെള്ളം എടുത്തിട്ട് അവർക്ക് പൈപ്പിൽ കൂടെ വെള്ളം കൊടുക്കും. ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം അല്ലേ? അവർ കണ്ടുപിടിച്ചിട്ട് ഈ മിഷൻ കൊണ്ടുവന്ന് കൊടുക്കുക ആളുകൾക്ക്. എന്തൊരു അനുഗ്രഹമാണ് ലോക ജനതയ്ക്ക്. അപ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ഭയങ്കര ഭീകരന്മാരാണ് യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ പേടി സ്വപ്നമാണ് ഭീകരന്മാരാണെന്നുള്ളത്. കേവലം അതൊരു പ്രചരണം മാത്രമാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചരിത്രം ഒന്ന് പരിശോധിക്കുക, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഒന്ന് പരിശോധിക്കുക. അതിന് പകരം ഇവരെ നശിപ്പിക്കാനായിട്ടും ഇവരെ ഈ ഭൂമുഖത്തൊന്നും ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ളതായിരിക്കുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, അത് മാനവരാശിക്ക് തന്നെ എതിരായിട്ടുള്ളൊരു ബുദ്ധിയാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കരമായ വംശഹത്യ നടക്കുന്നു എന്നുള്ളൊരു വലിയ പ്രചരണം ഇപ്പം മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അതായത് ദ ക്ലെയിം എത്നിക് ക്ലെൻസിങ്, അതായത് വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം, ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു അപഗ്രഥനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ വംശനാശം വിതച്ച് യുദ്ധം നടത്തുന്നവരാണ് ഇസ്രായേലിയർ എന്ന് ഒരു പൊതു ആരോപണം ഉയരുകയാണ്. അത് സത്യമാണോ? യഹൂദന്മാരുടെ ജനസംഖ്യയെക്കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. മൊറോക്കോയിൽ 1948 മൊറോക്കോയിൽ യഹൂദന്മാരുടെ സംഖ്യ 2,65,000 ആയിരുന്നു 1948. ഇപ്പോൾ 2023 കണക്കനുസരിച്ച് കേവലം 2000 യഹൂദന്മാർ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. ബാക്കിയുള്ളവർ എവിടെ പോയി? അടുത്തത് അൾജീരിയയിൽ 1948 1,40,000 യഹൂദന്മാരുണ്ടായിരുന്നു. 2023 കേവലം 50 പേരാണ് അവശേഷിക്കുന്നത്. ടുണീഷ്യ എടുത്തു നോക്കുക, 1948 1,50,000 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 2023 കേവലം അവിടെയും 50 പേരെന്നാണ് ഒരു കണക്ക്. ലിബിയയിൽ 1948 38,000 യഹൂദന്മാർ, 2023 അവശേഷിക്കുന്നത് ആരുമില്ല എന്നൊരു കണക്കാണ്. എവിടെ പോയി ഈ ജനങ്ങൾ? എവിടെ പോയി യഹൂദന്മാർ? അടുത്തത് ഈജിപ്തിൽ എടുത്തു കഴിഞ്ഞാൽ 1948 അവിടുത്തെ യഹൂദ ജനസംഖ്യ 3,00,000 ഇന്ന് ഏകദേശം 40 പേരുണ്ടെന്നാണ് കണക്ക്. ബാക്കിയുള്ളവർ എവിടെ? യമൻ 1948 50,000 പേരുണ്ടായിരുന്നു, ഇന്ന് 50 പേരുണ്ട്. സൗദി അറേബ്യ 1948 1,50,000, ഇന്ന് കേവലം 7 പേരാണ് അവിടെ അവശേഷിക്കുന്നത്. സിറിയ 1948 40,000 പേരുണ്ടായിരുന്നു, ഇന്ന് 2023 ഒരാൾ പോലും അവിടെ ഇല്ല. ലെബനോനിൽ 1948 20,000 പേര്, ഇന്ന് കേവലം 100 പേര്, 100 പേരിൽ താഴെ. ഇനി നമുക്ക് നോക്കാം, ഞാൻ നേരെ തിരിച്ചൊരു കണക്കൂടെ പറയാം. ഈ കണക്കനുസരിച്ച് 1948 2023 ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഈ യഹൂദന്മാർ, അറബ് രാജ്യങ്ങളുണ്ടായിരുന്ന യഹൂദന്മാർ എവിടെ പോയി? ആരാണ് വംശനാശം വരുത്തുന്നത്? ഇനി വേറൊരു കണക്കൂടെ കേട്ടോ. 1948 ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അറബികൾ എത്ര പേരാണെന്നറിയാമോ? 1,56,000 പേരാണ്. 2023 വന്നപ്പോൾ ഈ ഇസ്രായേൽ ദേശത്തുള്ളതായിരിക്കുന്ന അറബികളുടെ സംഖ്യ 21,78,000 വർദ്ധിച്ചു. 1948 എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? 1,56,000. അത് 2023 21,78,000 അറബികളായി.
ഇസ്രായേലിലെ അറബ് വംശജർ 1948 1,56,000, 2023 21,78,000. അറബ് രാജ്യങ്ങളിലെ ഇസ്രായേൽ ജനസംഖ്യയിൽ 99.83% കുറഞ്ഞുപോയി. അറബ് രാജ്യങ്ങളിലെ യഹൂദന്മാരുടെ സംഖ്യ 99.83% കുറഞ്ഞപ്പോൾ ഇസ്രായേലിലെ അറബ് ജനസംഖ്യയിൽ 1296.15% വർധനവാണ് വന്നത്. നോക്കിക്കേ, ആരെയാണ് വംശനാശം വരുത്തുന്നത്, വംശഹത്യ ചെയ്യുന്നത് എന്നുള്ളത് ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ലഭിക്കും. നിങ്ങൾക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന മാധ്യമങ്ങളാണ്. അപ്പോൾ അവരെല്ലാം ഈ ഭൂമുഖത്തൊന്നും ഇല്ലായ്മ ചെയ്യുക. യഹൂദനൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആരെയാണ് വംശഹത്യ നടത്തുന്നത് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി. അത് കൂടുതലായിട്ട് അറിയാൻ ചരിത്ര സത്യങ്ങളുടെ വെളിച്ചത്തിൽ 67 ലക്ഷത്തിലധികം ആൾക്കാർ ശ്രദ്ധിച്ച 18 വർഷം മുമ്പ് ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന അന്ത്യനാഴിക എന്നുള്ളത് അതിശയിപ്പിക്കുന്നതും അനുഗ്രഹിക്കുന്നതുമായ ഒരു അവലോകനമാണ്. നിങ്ങളത് വായിക്കുകയും പഠിക്കുകയും ലോകത്തിന് അനുഗ്രഹമായി നിന്ന, ലോകത്തിലെ ശാസ്ത്ര മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും അനുഗ്രഹമായിട്ട് നിന്ന യഹൂദ ജനത, അവർക്ക് ആ അനുഗ്രഹം സമ്മാനിച്ചത് ജീവനുള്ള ദൈവത്തെ അവരറിഞ്ഞതുകൊണ്ടാണ്. അവർ അനുസരിക്കാതെ വന്നപ്പോൾ കഠിനമായി ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്, മറ്റ് ലോകരാഷ്ട്രങ്ങളെയും ശിക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ലെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കാനായിട്ട് ഇടയായിത്തീരണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു കളയാനായിട്ട് പാടില്ല. എനിക്ക് തോന്നുന്നു സാറ് ഈ നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇവർക്കാണ്, അല്ലേ? ഇവർക്കാണ് കൂടുതൽ. ഞാനൊരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഓക്കെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ലോകത്തിൻ്റെ കേന്ദ്രം, ഭൂമിയുടെ മധ്യഭാഗം, അവര് വാർത്തയുടെ മധ്യഭാഗം, എതിർപ്പിന്റെ മധ്യഭാഗം, പിന്നെ ലോകത്തിന്റെ ആവശ്യകതയുടെ മധ്യഭാഗം, ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ മധ്യഭാഗം. പിന്നീട് സക്കറിയാവ് 2:8 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സൈന്യങ്ങളെയോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ദൈവം പറയുക. അപ്പം ദൈവത്തിൻ്റെ കൺമണി എന്ന് പറയുമ്പോൾ ഈസ് ദ സെൻറ്റർ ഓഫ് ഹിസ് ഐസ്. അതായത് ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നല്ലേ? അതെ. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്, അല്ലേ? അത് അവൻ ദൈവത്തിൻ്റെ ആ കണ്ണിൻ്റെ സെൻറ്ററാണ് ഇസ്രായേൽ. ഓ, അതൊരു അത്ഭുതകരമായ ഒരു സത്യമാണ്. പിന്നീട് ലോകത്തിൻ്റെ ഒരു സമാധാനത്തോടുള്ള ബന്ധത്തിൽ, ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ സെൻറ്റർ എന്ന് പറയുന്ന പ്രോബ്ലം ഈസ് ഇസ്രായേൽ ആണോ? ഞാൻ വിചാരിച്ചു വാഷിങ്ടണോ ന്യൂയോർക്കോ വല്ലോ ആയിരിക്കും. അല്ല, അതുകൊണ്ടാണ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വരുമ്പോൾ അവന് ട്രീറ്റി ഉണ്ടാക്കുന്നത് ഇവരോടുള്ള ബന്ധത്തിലാണ്, ഈ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. ഫോസ്റ്റ് ട്രീറ്റി എന്നാണ് ദാനിയേൽ 9:27 ഒരു നിർബന്ധമായ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആ സ്റ്റേറ്റ് സെക്രട്ടറി അയാൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, ആന്റണി ബ്ലിങ്കൻ വന്നും പോയിരിക്കുക, എങ്ങനെയും സമാധാനം ഉണ്ടാക്കാം. അതെ, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം അയാൾ വന്നേക്കുന്നത്. അതെ, എങ്ങനെയെങ്കിലും 60 ദിവസത്തെ സമാധാനം ഇങ്ങനെ ആവശ്യപ്പെടുന്നു. പക്ഷെങ്കിൽ ദാനിയേൽ 9:27 അവരെ നിർബന്ധിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവരും ഒരു ദിവസം വരിക. അപ്പോൾ ഏതായാലും നമ്മൾ ഓർത്താൽ അവർ ദൈവത്തിൻ്റെ ഉയർത്തപ്പെട്ട കൊടിയാണ്. അതുകൊണ്ട് വാർത്തകളുടെ മധ്യത്തിലും ലോകമനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ മധ്യത്തിലും ചിന്താകുലത്തിൻ്റെ മധ്യത്തിലും ഒക്കെ ഇന്ന് ഇസ്രായേലായി തീർന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് എന്തോ സംസാരിക്കുന്നു എന്നുള്ളത് ഗ്രഹിച്ച് വളരെ കരുതി ജീവിപ്പാൻ ഇതിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ ഈ അന്ത്യകാല ലക്ഷണങ്ങൾ നേരത്തെ സാറ് ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവ് ഒലിവുമലയിലിരിക്കുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും എന്ന് പറഞ്ഞാൽ യുഗാവസാനത്തിനും അടയാളം എന്ത്? കർത്താവ് അതിന് കൊടുത്ത മറുപടി, അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുക. അത്തി ഇസ്രായേൽ രാഷ്ട്രത്തെ കാണിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രം അത് രാഷ്ട്രമായിട്ട് രൂപീകരിക്കപ്പെട്ടു. അവരുടെ വളർച്ച, അവരുടെ മുന്നോട്ടുള്ള യാത്ര, അവരുടെ യുദ്ധത്തിലുള്ള വിജയങ്ങൾ എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു സത്യം, ഈ ലോകത്തിൽ വന്ന് പാപപരിഹാരമായിട്ട് മരിച്ചുയർത്തുന്നേറ്റ സമാധാന പ്രഭു യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ളതിൻ്റെ കാലലക്ഷണങ്ങളാണിത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു കളയാനായിട്ട് പാടുള്ളതല്ല. ലോകാവസാനം ബൈബിൾ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. 1643 1727 ജീവിച്ചിരുന്ന
ഐസക് ന്യൂട്ടനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ലോകം കണ്ട ഒരു മികച്ച ശാസ്ത്രജ്ഞൻ, 2060 ലോകം അവസാനിക്കുമെന്നാണ് ഐസക് ന്യൂട്ടൻ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേക ഡേറ്റോ അല്ലെങ്കിൽ പ്രത്യേക വർഷമോ പ്രത്യേകമായിട്ട് പറയാനായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. എങ്കിലും 2003 ഫെബ്രുവരി 23 പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് പത്രമായ ദ ഡെയിലി ടെലഗ്രാഫിൽ ഈ വാർത്ത, സർ ഐസക് ന്യൂട്ടൻ ലോകാവസാനം എന്നാണ് സംഭവിക്കുമെന്നുള്ളത് അന്ന് അദ്ദേഹം കണക്ക് കൂട്ടി 2060 എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നമ്മൾ 2024 ഏറ്റവും ഒടുവിൽ വന്നിരിക്കുകയാണ്. ഐസക് ന്യൂട്ടൻ അന്ന് കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നത്, അതും അദ്ദേഹം ബൈബിളിലുള്ള പ്രത്യേകിച്ച് ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ പഠനങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വർഷം കൃത്യമായിട്ട് ലോകം അവസാനിക്കും എന്നുള്ളത് ശരിയല്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ആ പ്രത്യേക കാലഘട്ടത്തിൻ്റെ അടുത്തേക്ക് ലോകജനത വന്നെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൃത്യമായ ഡേറ്റോ വർഷമോ ഫിക്സ് ചെയ്യാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. കാലലക്ഷണങ്ങൾ കണ്ടുകൊള്ളുക, നിങ്ങൾ കാലങ്ങളെ വിവേചിക്കണം. കർത്താവിൻ്റെ വരവ് അടുത്തു, അതുകൊണ്ട് ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങുക, മറ്റുള്ളവരെ ഒരുക്കുക. ദാറ്റ് ഈസ് ദ പ്രൈം റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി ബിലീവർ ആൻഡ് മിഷണറി ഓർ ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ ബോൺ അഗെയിൻ ആയിട്ടുള്ള എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വമാണ് ഈ സന്ദേശം ലോകത്തോട് പങ്കുവയ്ക്കുക എന്നുള്ളത്. ഇസ്രായേൽ രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടുള്ള ഈ പഠനങ്ങൾ, വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ പഠനങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ചിന്തിപ്പിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളെ സമാധാന പ്രഭുവിലേക്ക് അടുത്തു വരുവാനായിട്ടുള്ളൊരു വലിയ പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇവർക്കാണ് അല്ലേ? ഇവർക്കാണ് കൂടുതൽ. ഞാനൊരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഓക്കെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ലോകത്തിൻ്റെ കേന്ദ്രം, ഭൂമിയുടെ മധ്യഭാഗം, അവർ വാർത്തയുടെ മധ്യഭാഗം, എതിർപ്പിന്റെ മധ്യഭാഗം, പിന്നെ ലോകത്തിന്റെ ആവശ്യകതയുടെ മധ്യഭാഗം, ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ മധ്യഭാഗം. പിന്നീട് സക്കറിയാവ് 2:8 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സൈന്യങ്ങളെയോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ദൈവം പറയുക. അപ്പം ദൈവത്തിൻ്റെ കൺമണി എന്ന് പറയുമ്പോൾ ഈസ് ദ സെൻറ്റർ ഓഫ് ഹിസ് ഐസ്. അതായത് ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നല്ലേ? അതെ. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അല്ലേ? അതെ. അത് അപ്പം ദൈവത്തിൻ്റെ ആ കണ്ണിൻ്റെ സെൻറ്ററാണ് ഇസ്രായേൽ. ഓ, അതൊരു അത്ഭുതകരമായ ഒരു സത്യമാണ്. പിന്നീട് ലോകത്തിൻ്റെ ഒരു സമാധാനത്തോടുള്ള ബന്ധത്തിൽ, ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ സെൻറ്റർ എന്ന് പറയുന്ന പ്രോബ്ലം ഈസ് ഇസ്രായേൽ. ആണോ? ഞാൻ വിചാരിച്ചു വാഷിങ്ടണോ ന്യൂയോർക്കോ വല്ലതും ആയിരിക്കും. അല്ല, ഇന്ന് അതുകൊണ്ടാണ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വരുമ്പോൾ അവന് ട്രീറ്റി ഉണ്ടാക്കുന്നത് ഇവരോടുള്ള ബന്ധത്തിലാണ്, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. ഫോസ്റ്റ് ട്രീറ്റി എന്നാണ് ദാനിയേൽ 9:27 ഒരു നിർബന്ധമായ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആ സ്റ്റേറ്റ് സെക്രട്ടറി അയാൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ആന്റണി ബ്ലിങ്കൻ വന്നും പോയിരിക്കുക, എങ്ങനെയും സമാധാനം ഉണ്ടാക്കാം. അതെ അതെ അതെ, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം അയാൾ വന്നേക്കുന്നത്, എങ്ങനെയെങ്കിലും 60 ദിവസത്തെ സമാധാനം ഇങ്ങനെ ആവശ്യപ്പെടുന്നു. പക്ഷെങ്കിൽ ദാനിയേൽ 9:27 അവരെ നിർബന്ധിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവരും. ഒരു ദിവസം വരിക. അപ്പോൾ ഏതായാലും നമ്മൾ ഓർത്താൽ അവർ ദൈവത്തിൻ്റെ ഉയർത്തപ്പെട്ട കൊടിയാണ്. അതുകൊണ്ട് വാർത്തകളുടെ മധ്യത്തിലും ലോകമനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ മധ്യത്തിലും ചിന്താകുലത്തിൻ്റെ മധ്യത്തിലും ഒക്കെ ഇന്ന് ഇസ്രായേലായി തീർന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് എന്തോ സംസാരിക്കുന്നു എന്നുള്ളത് ഗ്രഹിച്ച് വളരെ കരുതി ജീവിപ്പാൻ ഇതിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ ഈ അന്ത്യകാല ലക്ഷണങ്ങൾ നേരത്തെ സാറ് ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവ് ഒലിവുമലയിലിരിക്കുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും എന്ന് പറഞ്ഞാൽ യുഗാവസാനത്തിനും അടയാളം എന്ത്? കർത്താവ് അതിന് കൊടുത്ത മറുപടി, അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുക. അത്തി ഇസ്രായേൽ രാഷ്ട്രത്തെ കാണിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രം അത് രാഷ്ട്രമായിട്ട് രൂപീകരിക്കപ്പെട്ടു. അവരുടെ വളർച്ച, അവരുടെ മുന്നോട്ടുള്ള യാത്ര, അവരുടെ യുദ്ധത്തിലുള്ള വിജയങ്ങൾ എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു സത്യം, ഈ ലോകത്തിൽ വന്ന് പാപപരിഹാരമായിട്ട് മരിച്ചുയർത്തുന്നേറ്റ സമാധാന പ്രഭു യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ളതിൻ്റെ കാലലക്ഷണങ്ങളാണിത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു കളയാനായിട്ട് പാടുള്ളതല്ല. ലോകാവസാനം ബൈബിൾ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം
ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. 1643 1727 ജീവിച്ചിരുന്ന ഐസക് ന്യൂട്ടനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ലോകം കണ്ട ഒരു മികച്ച ശാസ്ത്രജ്ഞൻ. 2060 ലോകം അവസാനിക്കുമെന്നാണ് ഐസക് ന്യൂട്ടൺ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേക ഡേറ്റോ അല്ലെങ്കിൽ പ്രത്യേക വർഷമോ പ്രത്യേകമായിട്ട് പറയാനായിട്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. എങ്കിലും 2003 ഫെബ്രുവരി 23 പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് പത്രമായ ദ ഡെയിലി ടെലഗ്രാഫിൽ ഈ വാർത്ത സർ ഐസക് ന്യൂട്ടൺ ലോകാവസാനം എന്നാണ് സംഭവിക്കുമെന്നുള്ളത് അന്ന് അദ്ദേഹം കണക്കുകൂട്ടി 2060 എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നമ്മൾ 2024 ഏറ്റവും ഒടുവിൽ വന്നിരിക്കുകയാണ്. ഐസക് ന്യൂട്ടൺ അന്ന് കണക്കുകൂട്ടി പറഞ്ഞിരിക്കുന്നത്, അതും അദ്ദേഹം ബൈബിളിലുള്ള പ്രത്യേകിച്ച് ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ പഠനങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വർഷം കൃത്യമായിട്ട് ലോകം അവസാനിക്കും എന്നുള്ളത് ശരിയല്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ആ പ്രത്യേക കാലഘട്ടത്തിൻ്റെ അടുത്തേക്ക് ലോകജനത വന്നെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൃത്യമായ ഡേറ്റോ വർഷമോ ഫിക്സ് ചെയ്യാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. കാലലക്ഷണങ്ങൾ കണ്ടുകൊള്ളുക, നിങ്ങൾ കാലങ്ങളെ വിവേചിക്കണം. കർത്താവിൻ്റെ വരവ് അടുത്തു, അതുകൊണ്ട് ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങുക, മറ്റുള്ളവരെ ഒരുക്കുക. ദാറ്റ് ഈസ് ദ പ്രൈം റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി ബിലീവർ ആൻഡ് മിഷണറി ഓർ ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ ബോൺ അഗെയിൻ ആയിട്ടുള്ള എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വമാണ് ഈ സന്ദേശം ലോകത്തോട് പങ്കുവയ്ക്കുക എന്നുള്ളത്. ഇസ്രായേൽ രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടുള്ള ഈ പഠനങ്ങൾ, വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ പഠനങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ചിന്തിപ്പിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളെ സമാധാന പ്രഭുവിലേക്ക് അടുത്തു വരുവാനായിട്ടുള്ളൊരു വലിയ പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.